ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 1-2 ദിവസമായി കണ്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അണ്ണൻ വിജയണ്ണൻ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തു, സ്ഥാനമേറ്റു. എന്നെപ്പറ്റി വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും അണ്ണൻ്റെ തീപ്പൊരി ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ അജാതി തീപ്പൊരി ഐറ്റം. ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ആരുടെയെങ്കിലും സത്യപ്രതിജ്ഞ കേട്ടിട്ട് രോമ എണീറ്റ് ഇന്ന് ഡിസ്കോ കളിച്ചിട്ടുണ്ടെങ്കിൽ അത് വൺ ആൻഡ് ഒള്ളി വിജയണ്ണൻ. അങ്ങനെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഇനി ആരെങ്കിലും കൊണ്ടത് പറ്റുമോന്നും തോന്നുന്നില്ല. അല്ലെങ്കിൽ അണ്ണനേക്കാളും വലിയൊരു നടികൻ വരണം. അണ്ണൻ അറിയാം എന്ത് ചെയ്താലാണ് കയ്യടി കിട്ടുന്നത്. അണ്ണൻ അത് വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുറച്ച് സിനിമാറ്റിക് എലമെന്റ്സ് കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. വാട്ട് എവർ ഇറ്റ് ഈസ്, പുള്ളി നല്ലൊരു മനുഷ്യനാണ്. അങ്ങേര് വിജയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാനും. ഇനിയും അങ്ങേർക്ക് കിടിലമായിട്ട് ഇതേപോലെ തന്നെ പവർഫുൾ ആയിട്ട് പോകാൻ സാധിക്കട്ടെ. വിജയ് ഈ സിനിമ വിട്ട് പുറത്തോട്ട് പോകുന്ന സമയത്ത് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള സിനിമ ഇനി കാണാൻ പറ്റത്തില്ലല്ലോ എന്ന്. കാര്യം ആ ഒരു സ്വാഗും ആ ഒരു പരിപാടിയൊക്കെ നമ്മൾ ബിഗ് സ്ക്രീനിൽ മിസ് ചെയ്യും. ഇലക്ഷന് പോയി തോറ്റു പണ്ടാരടങ്ങി തിരിച്ചു വരട്ടെ എന്ന് വരെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരുത്തനാണ്. പക്ഷെ ഇപ്പോ ആ ഒരു വിഷമം അങ്ങ് മാറിക്കിട്ടി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമ പോലും കണ്ടു കഴിഞ്ഞാൽ ഇത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. സത്യമാണ്. അമ്മാതിരി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ഇദ്ദേഹത്തിന്റെ റിയൽ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ പുതിയ സിനിമ ഇറക്കുന്നതിന്റെ കൂട്ടാണ് അണ്ണന്റെ ന്യൂസുകൾ വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും അണ്ണന്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. ബിവറേജസ് ഏതാണ്ട് 700ഓളം മദ്യ ഔട്ട്ലെറ്റുകൾ അടപ്പിച്ചു. അതുപോലെ ഡ്രഗിനെതിരെ കുറെ ഐറ്റംസ് ഇന്നലെ പിടിച്ചിട്ട് കത്തിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കുറെ പരിപാടികളാണ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. സി ജോസഫ് വിജയ് എന്ന ഞാൻ വെറുതെ അല്ല അവിടെ വന്നിരിക്കുന്നത്. ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. പക്ഷെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യമാണ് തൃഷ ആൻഡ് വിജയ്. ഒരുപാട് ആളുകൾ ഇവരുടെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ നോർമലൈസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. വിജയ് ചെയ്ത കാര്യങ്ങളും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഈ ഒരു കാര്യം സമൂഹത്തിൽ അത് നോർമലൈസ് ചെയ്യപ്പെടുന്നത് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സത്യപ്രതിജ്ഞ എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. തൃശ്ശൂർ ഒരു വൈഫിനെ പോലാണ് അവിടെ ആക്ട് ചെയ്തേക്കുന്നത്. വിജയുടെ വൈഫ് സംഗീത അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏത് രീതിയിൽ ആക്ട് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഏത് പരിഗണന അവിടെ കിട്ടിയേനെ, ആ രീതിയിലാണ് തൃഷ എല്ലാവരും ട്രീറ്റ് ചെയ്തതും തൃഷ അവിടെ നിന്നതും. MK സ്റ്റാലിൻ CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് MK സ്റ്റാലിന്റെ വൈഫ് അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. ഇതേ സെയിം സിനാരിയോ നമ്മൾ അന്നും കണ്ടതാണ്. തൃഷയുടെ കണ്ണ് നിറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. തൃഷ അവിടെ വരുന്നു, എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു. എന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നടിയാണ്, കെട്ടിപ്പിടിക്കുക, എല്ലാം സംഭവം ശരിയാണ്. പക്ഷെ ഈ ഒരു കാര്യങ്ങളെ വരെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു ആളുകൾ. അവിടെ വന്നിട്ട് വിജയുടെ അമ്മയൊക്കെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. താണ്ടെ വിജയുടെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അത് കണ്ടിട്ട് ചിരിക്കുന്ന വിജയ്. ഇത് എഡിറ്റ് ചെയ്ത് കയറ്റിയാണോ എന്ന് അറിയത്തില്ല. ഇടണോ എക്സിനകത്ത് വന്നൊരു പോസ്റ്റ് ആണ്. ദീസ് ടു ആർ ആക്ടിങ് ലൈക്ക് ഓപ്പൺലി ഇമാജിൻ ഹൗ മച്ച് ദേ മസ്റ്റ് ഹാവ് ടോർച്ചേർഡ് സംഗീത ബിഹൈൻഡ് ക്ലോസ്ഡ് ഡോർസ്. സത്യമാണെന്ന് തോന്നുവാണ് ഇത് കാണുമ്പോൾ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഭാര്യയില്ല, മകളില്ല, മകനില്ല, ആ വേദിയിലില്ല. ബാക്കി എല്ലാവരും ഉണ്ട്. തൃഷയുണ്ട്, തൃഷയുടെ കുടുംബാംഗങ്ങളുണ്ട്, വിജയുടെ കുടുംബാംഗങ്ങളുണ്ട്. പക്ഷെ തൻ്റെ ചോരയിൽ പിറന്ന മക്കൾ പോലും ആ ഒരു വേദിയിൽ വന്നിട്ടില്ല. അവരവരുടെ അമ്മയുടെ കൂടെ നിന്നു. ഇതിന് അഗൈൻസ്റ്റ് ആയിട്ട് കുറെ ആളുകൾ റീൽ ഇട്ടേക്കെന്ന് കണ്ടു. ദിസ് ഈസ് ഐ ആം ഗോണ റേസ് മൈ സൺ എന്നും പറഞ്ഞിട്ട് വിജയുടെ മോന്റെ ജെയ്സൺ സഞ്ജയെ പോലെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള അച്ഛൻ ഉണ്ടായിട്ട് അവൻ എൻ്റെ അമ്മയുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞിട്ട്. ആൻഡ് വേറൊരു വീഡിയോ കൂടെ ഞാൻ പ്ലേ ചെയ്യാം. അന്നത്തെ ദിവസത്തെ വിജയുടെ ഒരു പ്രസംഗം. ആ സമയത്ത് തൃഷ ഇമോഷണൽ ആവുന്ന ആദ്യം നിങ്ങളൊന്ന് കാണും. ഇനി അണ്ണൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഫാൻസിന്റെ അടുത്ത് പറയുകയാണെന്ന്. പക്ഷെ അത് ഫാൻസിന്റെ അടുത്ത് പറയുന്നതല്ല. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കിയേ. இந்த நேரத்துல இதை நான் சொல்லணும். இந்த டிராவல்ல, இந்த ப்ராசஸ்ல எனக்கு எவ்வளவோ கஷ்டங்கள், எனக்கு எவ்வளவோ இந்த அவமானப்படுத்தினதெல்லாம் ஒரு பக்கம் இருந்தாலும், எனக்காக கூட நின்ன உங்களுக்கும் அதே மாதிரி கஷ்டங்கள், அதே மாதிரி அவமானங்கள், அதையெல்லாம் நீங்க பெருசா எடுத்துக்காம, அதையெல்லாம் நீங்க பொருட்டாவே எடுத்துக்காம, என்னோட வலிகளை, என்னோட வேதனைகளை உங்களோட தான் நினைச்சு என் கூடவே நின்னு இன்னைக்கு சி ஜோசப் விஜய் எனும் நான் സംഭവം തീപ്പൊരി ഐറ്റമൊക്കെ തന്നെ. ഇത് കാണുമ്പോൾ ആ ഫാൻസ് ഒക്കെ വിചാരിക്കും നമ്മളെ പറ്റിയാണ് എൻ്റെ കൂടെ നിന്ന ഞാൻ. പക്ഷെ അതല്ല. ഫാൻസിനെ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത്. അത് പറയുമ്പോൾ തൃഷയുടെ മുഖവും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് തൃഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഒന്നുകൂടെ അത് മനസ്സിൽ വെച്ചിട്ട് ഒന്നുകൂടെ കേട്ടു നോക്ക്. எனக்கு எவ்வளவோ இந்த அவமானப்படுத்தினதெல்லாம் ஒரு பக்கம் இருந்தாலும்,
எனக்காக கூட நின்ன உங்களுக்கும் அதே மாதிரி கஷ்டங்கள், அதே மாதிரி அவமானங்கள். വിജയ് അപമാനിതനാകുന്ന സമയത്ത് അതേപോലെ തന്നെ തൃഷയും അപമാനിതയായിട്ടുണ്ട്. അത് പറയുമ്പോൾ തൃഷയുടെ മുഖം കണ്ട. അണ്ണൻ അണികൾക്ക് വേണ്ടി പറഞ്ഞതല്ല, അണ്ണിക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇതും പോരാനായിട്ട് കഴിഞ്ഞ ദിവസം തൃഷ ഇട്ട ഒരു പോസ്റ്റാണ്. ദ സെയിം സാരി ഉടുത്തോണ്ടാണ് സത്യപ്രതിജ്ഞ ആ ഒരു സെറിമണി പങ്കെടുക്കാൻ വേണ്ടി പോയത്. സെയിം സാരി ആൻഡ് ഓക്കെ, അതിന്റെ ഫോട്ടോ പങ്കുവെച്ചേക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഴുതി വെച്ചേക്കുന്നുണ്ടോ, ലവ് ഈസ് ഓൾവേസ് ലൗഡർ, ലവ് ഈസ് ഓൾവേസ് ലൗഡർ. ആൻഡ് ഇതിന് ഈ ഒരു പോസ്റ്റിന് കൊടുത്തേക്കുന്ന ഒരു സോങ് കൂടി ഉണ്ട്. സോങ് ഏതാണെന്നറിയോ? ക്യാരി ദാറ്റ് കാതൽ എന്ന് പറയുന്ന ഒരു റീമിക്സ് ആണ്. അത് ഏത് സോങ്ങിന്റെ റീമിക്സ് ആണെന്നറിയാവോ? റോജ സിനിമയ്ക്കകത്തെ കാതലെന്നും തേർവഴുതി കാത്തിരുന്ന മാനവൻ താൻ, ഈ പാട്ടിന്റെ റിമിക്സ് ആണ് തൃഷ ആ പോസ്റ്റിന്റെ കൂടെ ഇട്ടിരുന്നത്. തൃഷയുടെ പാട്ടിന്റെ സെലക്ഷൻ ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. വിജയുടെ കൂടെ നിൽക്കുന്ന പോസ്റ്റിന്റെ പാട്ടിന്റെ സെലക്ഷൻ. സോ ഇന്നർ മീനിങ് ഉണ്ട് ഗൈസ്. ഈ പാട്ടിനകത്ത് വേറൊരു വരിയാണ് മെയിൽ വോയിസ് പാടുന്നത് ലവ് യു റോജ, ഫീമെയിൽ വോയിസിനകത്ത് പറയുന്നത് ലവ് യു രാജ. ഇപ്പോഴത്തെ നിലവിലുള്ള രാജ ആരാണ്? CM വിജയ്. തൃഷ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം യൂട്യൂബിൽ ഈ ഒരു പാട്ട് തപ്പിപ്പിടിച്ച് പോയി കണ്ട ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ താഴെ വന്ന കമന്റ് സെക്ഷൻ, ആ പാട്ടിന്റെ ഇടയിൽ ഇപ്പോൾ വന്ന കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആഫ്റ്റർ തൃഷ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. സോ ഇവർ പബ്ലിക്കായിട്ട് സംസാരിക്കുകയാണ് വി ആറിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ ഒരു തെറ്റാണെന്ന് പറയുന്നതല്ല. പക്ഷെ ലീഗലായിട്ട് കല്യാണം കഴിച്ച ഒരു ഭാര്യയും 2 മക്കളും ഒക്കെ ഉള്ള സമയത്ത് തന്നെ പബ്ലിക്കായിട്ട് ഇപ്പോൾ ഒരു CMന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ സൊസൈറ്റിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അത് വിജയും തൃഷയും ആയതുകൊണ്ട് 2 ഗ്ലാമറസ് ആയിട്ടുള്ള 2 പവർഫുൾ വ്യക്തികളായതിന്റെ പേരിൽ ആളുകൾ അതിനെ നോർമലൈസ് ചെയ്യുകയാണ്. ഫാൻസ് ഒക്കെ വന്നിരുന്ന് പറയുന്ന പറച്ചിൽ കേൾക്കണം. அத்தனை வருஷம் நான் தலைவருக்கு பொண்டாட்டியா போறப்பேன். என் தலைவர் கால அத்தனை வாட்டி தொட்டு கும்பிடுவோம் ப்ரோ. நானு குப்பா பொறுக்கிறவன் 2 பொண்டாட்டி வச்சிருக்கான், கூட்டுறவன் 4 புருஷன் வச்சிருக்கான், காசு இல்லாதவங்க கூட 10 பொண்டாட்டி 10 புருஷனோட ஜாலியா வாழ்றாங்க. எங்கள்கிட்ட காசு இருக்கு, நாங்க வச்சுக்குவோம், வச்சுக்காம போவோம். உங்களுக்கு என்ன அரசியல் தானே, ஓட்டு தானே, ஓட்டுக்குள்ள வச்சு நீங்க சமாளிக்கணும். இது சீக்ரெட் மேரேஜ் தான், நம்மளுக்கு ஒண்ணும் இல்ல. அந்த சங்கீதாவுக்கு இப்பதான் நேரமே கிடைச்சிருக்கு. ஸ்டாலின் சங்கீதாவோட கரெக்ட் பண்ணி காசு கொடுத்துருப்பான். எலெக்ஷன் அன்னைக்கு வந்து நீ கரெக்டா டைவர்ஸ் வாங்க வந்துரு, நான் உங்க 2 பேருக்கு டைவர்ஸ் வாங்கி கொடுத்துறேன்னு ஸ்டாலின் தான் சொல்லிருப்பான். 1000 தங்கச்சி இருக்கிறோம், 1000 அக்கா இருக்கிறோம், பொண்டாட்டியா கூட இருந்துட்டு போறோமே, எங்க தளபதிக்கு நாங்க நிப்போம். 1000 പൊണ്ടാട്ടി കൂടെ ഇരുന്നാലും തലമുതിയുടെ കൂടെ തന്നെ നിൽക്കും. ഇത് ഇലക്ഷൻ മുമ്പ് അവർ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് വിജയ് അണ്ണന്റെ അന്തം ഫാൻസ്. അപ്പൊ പറഞ്ഞു വിജയ് അണ്ണൻ ആകെ നമുക്കെന്താ ആയിക്കൂടെ, വിജയ് അണ്ണന് പൊണ്ടാട്ടി ഇருக்கு, വേറെ ലവ് ഇருக்கு, അപ്പൊ പിന്നെ നമുക്കും ഇറുക്കുന്നതിന് കുഴപ്പമില്ല എന്നും പറഞ്ഞുള്ള ഒരു സെറ്റപ്പാ. ഒരു ഫോട്ടോയുടെ പുറയിൽ എഴുതി വെച്ചേക്കുന്നതാണ് വിജയുടെയും തൃശ്ശയുടെയും ഫോട്ടോ വെച്ചിട്ട്. ലവ് ഈസ് ലൈഫ് ബട്ട് ലവർ ഈസ് നോട്ട് വൈഫ്. ഈ രീതിയിലൊക്കെയാണ് പടച്ചു വിടുന്നത്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയ് 4-ാം തീയതി ആയിരുന്നല്ലോ തൃഷയുടെ ബർത്ത്ഡേ. അതേ ദിവസം തന്നെയാണ് ഇലക്ഷന്റെ റിസൾട്ട് വരികയും വിജയുടെ പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തത്. അന്ന് തൃഷയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ അടിയിൽ നമ്മുടെ തമിഴ് നടൻ ശരത് കുമാറിന്റെ വൈഫ് രാധിക, അതാണ്ട് ഇവര് പോസ്റ്റ് ചെയ്ത കമന്റ് ആണ് ഹാപ്പി ബർത്ത്ഡേ ഡിയർ എന്ന് എഴുതിയിട്ട് സൈഡിലോട്ട് നീക്കുമ്പം വാട്ട് എ ഗിഫ്റ്റ്. സംഭവം മനസ്സിലായ? ഇതിനേക്കാളും വലിയ ഗിഫ്റ്റിന് കിട്ടാറുണ്ടോ അന്നത്തെ ഒരു ദിവസം? വിജയ് വിജയിച്ചു, അതാണ് തൃശ്ശയ്ക്ക് കിട്ടാൻ വലിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇത് സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അതുപോലെ തന്നെ ലക്ഷ്മി മഞ്ജു എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആണ്. ഇവരിട്ട ഒരു ട്വിറ്റ് ഇതാണ് ഹാപ്പി ബർത്ത്ഡേ ടു എവർ ഗോർജിയസ് ആൻഡ് ഗ്രേസ്ഫുൾ തൃഷ, വാട്ട് എ ഡേ ടു സെലിബ്രേറ്റ്. ഐ ഗസ് ദ യൂണിവേഴ്സ് ഡിസൈഡഡ് ടു ഗിവ് യു ദ ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് വിത്ത് ദാറ്റ് മാസീവ് വിക്ടറി. ഡബിൾ സെലിബ്രേഷൻ ഫോർ യു ടുഡേ, ഹാവ് എ മാജിക്കൽ വൺ ഡാർലിംഗ് എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് ബർത്ത്ഡേ വിഷ് കൊടുത്തേക്കുക. അതിൻ്റെ അടി കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് ഹാവ് സം ഷെയിം നായേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതിപ്പോ ഇവരിപ്പം പബ്ലിക്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയ്ക്ക് ഒന്നും നോക്കാനുമില്ല. അത് ഭയങ്കര എവിഡന്റ് ആയിരുന്നു ആ ഒരു സത്യപ്രതിജ്ഞ വേദിയിലെത്തിയ തൃഷ ആദ്യം ഓടിയെത്തിയത് ആ വിജയുടെ അമ്മയെടുത്തോടാണ്. ഇതിന്റെ അടി കണ്ട അതുലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ അതുൽ വ്ലോഗ്സ്. അവനൊന്നും കുഴപ്പമില്ല. എന്താടാ വിജയ് അണ്ണന്റെ അഭിഹിതം നിനക്ക് കുഴപ്പമില്ലേ? എടാ വിജയ് അണ്ണൻ എന്തു ആവാവോ ലൈക്ക് ചെയ്ത് വിട്ടേക്കുന്നു. ഇപ്പൊ എല്ലാവരും അമ്മയായിട്ടാണ് അണ്ണിയെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ ജയലളിത. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. രണ്ടുപേരും ബ്രാഹ്മിൺസ് ആണ്, രണ്ടുപേരും ചർച്ച് പാർക്ക് സ്കൂളിലാണ് പഠിച്ചത്, രണ്ടുപേരും അൺമാരിഡ് ആണ്, രണ്ടുപേർക്കും കുട്ടികളില്ല. ജയലളിത അഫെയർ വിത്ത് MGR, തൃഷ അഫെയർ വിത്ത് വിജയ്, രണ്ടുപേരും CM ആയി. അതിനുശേഷം ജയലളിത ലൈഫ് അറിയാമല്ലോ. ഇനി തൃഷ ഇനി എപ്പോഴാണ് പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. MGR വന്നേക്കുന്ന സെയിം വഴിയിലൂടെ തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെ ലൈഫ് പൊക്കോണ്ടിരിക്കുന്നത്.
എന്നെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും വിജയ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റബിൾ ആണ്, ഇഷ്ടമാണ് ആ ഒരു വ്യക്തിയെ, അദ്ദേഹത്തിനെ ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല. വിജയ് ഇൻഫ്ലുവൻസ് ചെയ്തതുപോലെ വേറെ ആരെങ്കിലും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു സിനിമാ നടനും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഈവൻ മമ്മൂട്ടിക്കോ മോഹൻലാലിനേക്കാളും ഇൻഫ്ലുവൻസ് വിജയ്ക്ക് കേരളത്തിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്റ്റിൽ അത്രയും ഹാർഡ് കോർ ഫാൻസ്, ഇങ്ങനെ ചാവാൻ വേണ്ടി നിൽക്കുന്ന, ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഫാൻസ്, അങ്ങനെയുള്ള ആളുകളിലോട്ട് ഇത് ഭയങ്കര ഒരു റോങ് മെസ്സേജ് ആണ് നമ്മുടെ CM വിജയ് നൽകുന്നത്. ഇത്രയും നാൾ ആക്ടർ വിജയ് ആയിരുന്നു, ഇനി അങ്ങനെ വിളിക്കാൻ പറ്റില്ല, CM ജോസഫ് വിജയ് നൽകുന്നത്. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ വന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല, വേറൊരു വീഡിയോ. അപ്പൊ ശരി.